ഞങ്ങൾ ഇന്നേ ഒരു ചിക്കൻ റെസിപ്പി ആയിട്ടാണ് വന്നത്. ഇവിടെ ചിക്കൻ ചുട്ടെടുക്കുക, അതിനുള്ള എക്സ്പ്ലനേഷൻ എൻ്റെ ഹസ്ബൻഡ് വരും. ഇത് അതിൻ്റെ മുകളിലത്തെ ചെറിയ ചെറിയ പൂടയും രോമമെല്ലാം കരിച്ച് കളയും. നമ്മൾ കൈ കൊണ്ടെടുത്ത് കളയാൻ പറ്റാത്ത നമ്മൾ കരിച്ച് കളയും. ഇത് നാടൻ കോഴിയാണോ? റേഷൻ കാർഡായിട്ട് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. നാടൻ കോഴി ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾക്കതിനെ ക്ലീൻ ചെയ്തെടുക്കുക, കുഞ്ഞു കുഞ്ഞു പീസാക്കി കട്ട് ചെയ്ത് മാറ്റുക. പിന്നെ അതിനാവശ്യമുള്ള സവാള, കൊച്ചുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി തുടങ്ങിയ സാധനങ്ങളെല്ലാം വെക്കുക. ദെൻ നമ്മളൊരു പാത്രം വെക്കുന്നു, അതിലേക്ക് നമ്മൾ എണ്ണയും കടുകും ആവശ്യത്തിന് കൊടുക്കുന്നു. പിന്നെ മസാല കൂട്ടിട്ട് കൊടുക്കുന്നു. അതിലേക്ക് സവാള, കൊച്ചുള്ളി, ഉപ്പും ഇട്ട് നന്നായിട്ട് ഇളക്കുക. പിന്നെ പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുക. നന്നായി ഇളക്കിയതിന് ശേഷം നമ്മളിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അരച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചേർത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി, അത് വഴണ്ട് വന്നതിന് ശേഷമാണ് മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. ഇത്രയും ഇട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കിയതിന് ശേഷം നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഗരം മസാല ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ തക്കാളിക്ക് ഇട്ട് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മളിതിലേക്ക് ആ ജാറ് കഴുകിയ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകും ചതച്ച്. ഇനി ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമ്മളെന്താണ് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനിയും നന്നായിട്ട് ഇളക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. ആ മസാല ചിക്കൻ എല്ലാത്തിനും പിടിക്കണം. അതിനുവേണ്ടി നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി അതിൻ്റെ മണ്ടയ്ക്ക് ലേശം നമ്മൾ ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇളക്കി ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നമ്മൾ എന്തെടുക്കുകയാണ്, വേവാനായിട്ട് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ഇതിൻ്റെ പുറത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. ടേസ്റ്റിന് നല്ലതാണ് കറിവേപ്പില ഇടുന്നത്. ഇനി നമുക്ക് എന്തെടുക്കാം, ഇതിനകത്ത് തിളച്ച് വരുമ്പോൾ നമുക്കൊന്ന് അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയുടെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.